ഹലോ, ഈദ് മുബാറക്. ഈ ഈദ് എനിക്ക് സ്പെഷ്യലാട്ടോ. എൻ്റെ മോൻ്റെ ഫസ്റ്റ് പെരുന്നാളാട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ രാത്രി എടുത്തതാണ് 12 മണിക്ക്. അസൂനെയൊക്കെ ഉറക്കിയ ശേഷമാണ് മൈലാഞ്ചി ഇടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെ അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അസൂന് ഒരു ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. രാവിലെ ഞാൻ എണീറ്റ് അടുക്കളയിൽ പോകുമ്പോഴേക്കും ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തലേദിവസം നോസ്റ്റിൽ പൊട്ടിക്കാൻ വേണ്ടി മറന്നു. പിന്നെ രാവിലെ അതൊക്കെ ഒട്ടിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് അയർമോളിനെ വിളിക്കാൻ പോയി. നല്ല ഉറക്കമാട്ടോ അയർമോള്. പിന്നെ പെരുന്നാളൊക്കെ ആയത് തന്നെ വേഗം എണീറ്റു. അധികം വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അയർമോളെ ഈദ് മുബാറക്. അടുക്കളയിൽ ഉമ്മതാ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് വയ്ക്കണ്ടേ. ഞാൻ ഒരു 5-6 പരത്തുമ്പോഴേക്കും തന്നെ ഹസ്ബേബ് എണീറ്റു. ബാക്കിയൊക്കെ ഉമ്മ പരത്തിട്ടാ. പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നിവിടെ പത്തിരിയും ചിക്കൻ കറിയാണേ. എനിക്ക് പെരുന്നാളായ പത്തിരി മസ്റ്റാണ്. പിന്നെ അയർമോളിനെ കുളിപ്പിച്ച് റെഡി ആക്കുന്ന ഒരു പണിയിലാണ്. എത്ര മേക്കപ്പ് ചെയ്താലും അവൾക്ക് മതിയാവില്ല. ഐലൈനർ ചെയ്താൽ ലിപ്സ്റ്റിക് ഇടുക, വാങ്ങിയതൊക്കെ ഇടണം. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് അവൾക്ക്. പെൺകുട്ടികളല്ലേ, നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇതാണ് അയർമോളിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ജീൻസ് ആൻഡ് ടോപ്പാണ്. ഇതാണ് അസുയുടെ ഔട്ട്ഫിറ്റ്. ഇന്ന് എല്ലാവരും മാച്ചിങ് ആണ്. ഇത് വാപ്പ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. നല്ല 2 ഫോട്ടോ എടുക്കാൻ വരുമ്പോഴേക്കും അവൻ ഉറങ്ങി. പിന്നെ ഞാൻ അടുക്കളയിൽ പോകുമ്പോഴേക്കും ഉമ്മത്താ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് പെരുന്നാളായിട്ട്. അത് കാരണം ഞാൻ അധികം ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. ചെറിയ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പോയി. ആ ദമ്മങ്ങോട്ട് പൊട്ടിക്കുമ്പോഴൊരു മണമുണ്ട്. എന്തൊരു മണമെന്നറിയട്ടെ. അപ്പോഴേക്കും അസുവൊക്കെ എണീറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് അസുവിൻ്റെ കുറച്ച് നല്ല പിക്സ് എടുക്കാമെന്ന്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയും ബിരിയാണിയും ചിക്കൻ പൊരിച്ചും സലാഡൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ബേബിയുടെ ഒരു ഫോട്ടോഷൂട്ടാണ്. അവൻ തീരെ കാണിക്കണ്ടായിരുന്നില്ല. ഓരോ ഔട്ട്ഫിറ്റായിട്ട് മാറ്റി ഇട്ട് കൊടുത്തൊരു ഫോട്ടോ എടുത്തു. അവന് കുറച്ച് പിക്സൊക്കെ കിട്ടി. പിന്നെ ഞാൻ പോയി റെഡിയായി. എൻ്റെ ഡ്രസ്സ് ഭയങ്കര ലൂസാണ്. എക്സല ഞാൻ വാങ്ങിയതെങ്കിലും ഭയങ്കര ലൂസ്. ലാർജ് മതിയായിരുന്നു. ഞാൻ പിന്നെ ഷേപ്പാക്കാൻ നിന്നില്ല. എങ്ങോട്ടും പോകണമെന്നില്ലല്ലോ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഊരി വെച്ചു. വൈകിട്ടായപ്പോൾ വാപ്പിയും ഇങ്ങോട്ട് വെറുതെ പിള്ളേരനൊന്ന് വണ്ടിയിൽ കറങ്ങാൻ കൊണ്ടുപോയതാണേ. പോകുമ്പോൾ ബൈക്കിലാണ് പോയെങ്കിലും വരുമ്പോൾ കാറിൽ വരുന്നു. താത്ത അളിയനും കൂട്ടിയിട്ട് വന്നു. താത്ത വന്നപ്പോഴാട്ടോ എൻ്റെ പെരുന്നാൾ കംപ്ലീറ്റ് ആയത്. പിന്നെ അങ്ങനെ കുറച്ച് ഐസ്ക്രീംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരിയുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് ആ ഡോണറ്റിൻ്റെ ഐസ്ക്രീം കേട്ടോ. ഈ ഒരു ഐസ്ക്രീം കുറച്ച് മെൽറ്റായിരുന്നു. ഡോണറ്റ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് താത്തയും അവിടുത്തെ ബിരിയാണി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെറിയ പെരുന്നാളും കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.